കാരണം പോലീസിന് കോളേജുകളിൽ കയറുന്നതിന് ആർക്കും തടയാൻ കഴിയത്തില്ല. പക്ഷേ കാര്യം ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ കോളേജിൽ നിന്നല്ല എവിടെ വേണമെങ്കിലും പോലീസിന് പ്രവേശിക്കാം. പക്ഷേ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പിന്നീട് അത് പോലീസ് അതിക്രമമായി അല്ലെങ്കിൽ അങ്ങനെ, അതുകൊണ്ടാണ് പോലീസ് പലപ്പോഴും മടിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ക്രിമിനൽ നടപടികൾ പ്രകാരം, എല്ലാ നിയമങ്ങളെല്ലാം പ്രകാരം എവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടെങ്കിലും പോലീസിന് കയറാം. പക്ഷേ പലപ്പോഴും പോലീസ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബിരിയാണിയുടെ ഈ പറയുന്ന വ്യാപാരിക്ക് അവിടെ സ്വൈര്യ വിവാഹം നടത്താൻ ഇതിനു മുമ്പ് അയാൾ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ട് ഇത് ആദ്യത്തെ ആവണം വഴിയില്ല. ഇല്ല, ഇദ്ദേഹം മുൻപും പീഡന കേസുകളിലും കവർച്ചാ കേസുകളിലൊക്കെ പ്രതിയായ ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇനി ഇതിനു മുമ്പ് അപ്പൊ അയാൾ അടിയന്തരമായിട്ട് അയാളുടെ ഈ പറയുന്ന ഇദ്ദേഹം മൂലമോ മറ്റാർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതെ, കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായവർ ഇനിയും ഉണ്ടാകാം. കാരണം നമ്മൾ ഇതിലെ ഏറ്റവും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയും വലിയൊരു വാർത്തയിൽ കോടതിയിലേക്ക് എത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു കാരണം ഇത് ഈ പറയുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം അവർ സഞ്ചരിക്കേണ്ടി വന്നു കാണാം നീതിക്ക് വേണ്ടി. തീർച്ചയായിട്ടും. കാരണം അവർക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ FIR ചോർന്നു ഇതെല്ലാം കോടതിയിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം കോടതി മുമ്പ് തന്നെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സ്വീകരിക്കാൻ പറ്റും, ഇയാളെ പോലീസിൽ അന്വേഷിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ശക്തമായ സ്വാധീനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ വ്യക്തിക്ക് എന്തുണ്ട്, ഇയാളെ വലിയൊരു വിഭാഗം ആരും സംരക്ഷിക്കാനുള്ളത് കൊണ്ടാവാം ഇത്തരത്തിൽ എന്ത് ചെയ്യേണ്ടത്, ഒരു നീതി ഈ പറഞ്ഞ ആളുകൾക്ക് കിട്ടാത്തത്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്.